നമസ്കാരം. ജനമുഖം വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ 30 മുതൽ ജൂലൈ 6 വരെയുള്ള നക്ഷത്രഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം ചേർന്നിട്ടുള്ള മേടക്കൂറ്. ബാങ്കിങ്, നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാകാരന്മാർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകരത്തിൻ്റെ ആദ്യത്തെ 2 പാദവും ചേർന്നിട്ടുള്ള ഇടവക്കൂറ്. കച്ചവടം, കയറ്റിറക്ക് എന്നിവയിൽ നിന്നെല്ലാം ധനലാഭം ഉണ്ടാകും. കർഷകർക്ക് ആദായം വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയമാണ്. തൊഴിലിൽ സാമാന്യമായിട്ടുള്ള പുരോഗതി എല്ലാ മേഖലയിലുള്ളവർക്കും ഉണ്ടാകും. ചെറുകിട കച്ചവടം നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. മകരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേർന്നിട്ടുള്ള മിഥുനക്കൂറ്. രോഗികൾക്ക് ആശ്വാസകരമായിട്ടുള്ള സമയമാണ്. പരീക്ഷാ വിജയമുണ്ടാകും. നേതൃമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയമാണ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. പുണർത്തിൻ്റെ അവസാനത്തെ പാദവും പൂയോ ആയില്യവും ചേർന്നിട്ടുള്ള കർക്കിടകക്കൂറ്. ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകാം. കുടുംബ ദേവതാപ്രീതി വരുത്തേണ്ടതാണ്. ബിസിനസ്സുകാർക്ക് നേട്ടവും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബത്തിൽ വിവാഹാദി മംഗളകാര്യങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദം ചേർന്നിട്ടുള്ള ചിങ്ങക്കൂറ്. ശത്രു സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളുണ്ടാകാം. പ്രായമായവർക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല. മാനസിക സന്തോഷം, കുടുംബസുഖം, രോഗശാന്തി എന്നിവ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ 1, 2 പാദങ്ങളും ചേർന്നിട്ടുള്ള കന്യക്കൂറ്. സാമ്പത്തിക നില മെച്ചപ്പെടും. വാഹനം കൈകാര്യം ചെയ്യുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. രോഗികൾക്ക് രോഗശാന്തി ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ സംബന്ധമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ചിത്രയുടെ 2, 3 പാദങ്ങളും ചോദ്യം, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും ചേർന്നിട്ട് തുലാക്കൂറ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനായിട്ടുള്ള യോഗമുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രായമായവരുടെ ചികിത്സ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് രോഗദുരിതങ്ങൾ വർദ്ധിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കടം വർദ്ധിക്കുവാൻ ഉള്ള സാധ്യതയും കാണുന്നു. വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നിട്ടുള്ള വൃശ്ചികക്കൂറ്. മാനസികമായ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകും. ഗൃഹത്തിൽ പുതിയ ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധ്യതയുണ്ട്. മധ്യവയസ്കർക്കും പ്രായമായവർക്കും മാനസികമായിട്ടുള്ള സംതൃപ്തി ഉണ്ടാകും. തൊഴിലാളികൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ 1-ാം പാദം ചേർന്നിട്ടുള്ള ധനുക്കൂറ്. അലർജി മൂലമുള്ള രോഗങ്ങളുണ്ടാകാം. സ്ഥലം മാറ്റത്തിനും പ്രമോഷനും ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമല്ല. തടസ്സങ്ങളുണ്ടാകാം. കാർഷിക വ്യാപാര രംഗത്തുള്ളവർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയും കാണുന്നു. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യത്തെ പകുതിയും ചേർന്നിട്ടുള്ള മകരക്കൂറ്. ഉറച്ച ദൈവവിശ്വാസം മൂലം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകാം. സൂര്യൻ്റെ സ്ഥിതി മൂലം സർക്കാർ ആനുകൂല്യങ്ങൾ, പ്രമോഷൻ തുടങ്ങിയവയ്ക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാകും. ചികിത്സ ഫലിക്കും. പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ഔട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങളും ചതയവും പൂരട്ടാതിയുടെ 1, 2, 3 പാദങ്ങളും ചേർന്നിട്ടുള്ള കുംഭക്കൂറ്. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യും. എല്ലാ തരത്തിലും അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രായമായവർക്ക് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകും. സന്താനങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. പൂരട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നിട്ടുള്ള മീനക്കൂറ്. യാത്രകൾ കൊണ്ടും അധ്വാനം കൊണ്ടും സാമ്പത്തിക നേട്ടമുണ്ടാകും. വിവാഹപ്രായമായവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഓരോ മതവിശ്വാസികളും അവർക്ക് ഓരോരുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ആഴ്ച നേരുന്നു. നന്ദി, നമസ്കാരം.